Hi friends, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഏകദേശം ഒരാഴ്ചയായി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരു ജ്യൂസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സ്പെഷ്യൽ എന്നോ ഒരു വെറൈറ്റി എന്നൊന്നും പറയില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആണ്. ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് ഇപ്പോൾ ഒരു സീസൺ ആണ്, റംബുട്ടാൻ്റെ ഒരു സീസൺ. അപ്പോൾ റംബുട്ടാൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കാൻ പോകുന്നത്, ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീട്ടിലിവിടെ ഇങ്ങനെ റംബുട്ടാൻ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, റംബുട്ടാൻ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം എന്നിങ്ങനെ മനസ്സിൽ തോന്നാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ റംബുട്ടാൻ കൊണ്ട് ഒരു ജ്യൂസ് അല്ല, 2 രീതിയിൽ ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് സ്വീറ്റായിട്ടും ഒന്ന് സ്പൈസി ആയിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം നല്ല പഴുത്ത് തുടുത്ത് നിൽക്കുന്ന റെഡിഷ് ആയിട്ടുള്ള റംബുട്ടാൻ ഇങ്ങനെ പറിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ അങ്ങനെ നന്നായി പഴുത്ത റംബുട്ടാൻ നല്ല റെഡ് കളറുള്ളത് നോക്കിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പുറം തോടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അകത്തിരിക്കുന്ന സാധനം പുറത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-20ഓളം റംബുട്ടാൻ ഇങ്ങനെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിന് പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉള്ള കുരു കളഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ ഇതാ ഇങ്ങനെ കൈ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ സീഡൊക്കെ നമുക്ക് കളയാൻ പറ്റും. ചില റംബുട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇതിന് നന്നായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതാ ആ റംബുട്ടാൻ മുഴുവനും ഇതേപോലെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ റംബുട്ടാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിന് ആഡ് ചെയ്യേണ്ടത് അല്പം പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ആ റംബുട്ടാൻ്റെ ടേസ്റ്റായിട്ട് മാറിപ്പോവും. അപ്പോൾ റംബുട്ടാൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ നമുക്ക് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, നല്ല തണുത്ത പാലാണ്. അതിൽ നിന്ന് അല്പം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ അല്പം പാലൊഴിച്ച് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ റംബുട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്, കാരണം എന്തായാലും സ്വീറ്റ് അല്ലേ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ജ്യൂസിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിതാ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതുപോലെ ചെറിയ കഷ്ണം പച്ചമുളകും. ഒന്ന് സ്പൈസി ആണല്ലോ നമ്മുടെ ജ്യൂസ്. പിന്നീട് ചേർക്കുന്നത് കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ്. ഇനി ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം, സാധാ ഉപ്പ് ചേർത്താലും മതിയാകും. പിന്നെ ഞാനൊരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒരു 3-4 അല്ലെങ്കിൽ 5 ടീസ്പൂണോളം ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഞാൻ ഏകദേശം ഒരു 5 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജ്യൂസ് മിക്സ് ഒരു 5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 7up ആണ്. അപ്പോൾ 7up അല്ലെങ്കിൽ സ്പ്രൈറ്റോ ഏത് വേണേലും ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ കേട്ടോ, 7upൻ്റെ ആ ടേസ്റ്റ്. അതുപോലെ നമ്മുടെ റംബുട്ടാൻ, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങാനീര്, ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ആ ടേസ്റ്റ് അടിപൊളിയാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഏത് ഡ്രിങ്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. തീർച്ചയായിട്ടും 2 ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.